അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വഹാബികളുടെ വ്യാജ നിർമ്മിത തൗഹീദിന്റെ ആഭ്യന്തര കലഹങ്ങൾ ഏറെ രസകരമാണ്. കാര്യകാരണവും അഭൗതികവും അദൃശ്യവുമൊക്കെ സാധാരണ അവരുടെ പ്രഭാഷണങ്ങളിലും എഴുത്തുകളിലും നമ്മൾ കാണുകയും വായിക്കുകയും ചെയ്യുന്നതാണ്. എന്നാൽ അതിനേക്കാൾ രസകരമാണ് ഇനി പറയാൻ പോകുന്ന വിഷയം. ശിർക്ക് തൗഹീദിന്റെ മാനദണ്ഡമായി ഭൂരിപക്ഷം അഥവാ ഭൂരിപക്ഷം കണക്കാക്കിയിട്ട് ശിർക്കാണോ തൗഹീദാണോ എന്ന് തീരുമാനിക്കുന്ന അതീവ രസകരവും എന്നാൽ സഹതാപകരവുമാണ് ഇവരുടെ തൗഹീദിന്റെ അവസ്ഥ. നമ്മളൊക്കെ കേട്ടിട്ടുണ്ടല്ലോ, കുറുക്കൻ ആമയെ കിട്ടിയതുപോലെ കൊരങ്ങന്റെ കയ്യിൽ പൂമാല കിട്ടിയതുപോലെ എന്ന് പറഞ്ഞതുപോലെ വഹാബികളുടെ കയ്യിൽ തൗഹീദ് കിട്ടിയതുപോലെ എന്നതാണ് യഥാർത്ഥത്തിലുള്ള പഴഞ്ചൊല്ല്. കാരണം ആ തൗഹീദ് എന്തു ചെയ്യണമെന്നും എങ്ങനെ വിശദീകരിക്കണമെന്നും അറിയുന്നില്ല. കാര്യകാരണ ബന്ധവും അഭൗതികവും അദൃശ്യവും ഒക്കെ ജനങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് വഹാബി നേതാക്കൾ ലളിതമായി പറഞ്ഞതാണ് എന്നത് എത്ര ആലോചിച്ചിട്ടും അതിലുള്ള ആ ലാളിത്യം അല്ലെങ്കിൽ ലളിതവൽക്കരണം എന്താണെന്ന് മനസ്സിലാവണില്ല. കാരണം അതെത്ര ആലോചിച്ചിട്ടും ആർക്കും മനസ്സിലാവണില്ല, വഹാബികൾക്ക് തന്നെ മനസ്സിലാവണില്ല. ഓരോ ദിവസം വീഡിയോ ചെയ്യുമ്പോഴും പുതിയ പുതിയ വിശദീകരണമാണ്. അത് കൂടുതൽ അവരെ പ്രതിരോധത്തിലാക്കുകയാണ്. എന്നാൽ ഏറെ രസകരമായ കാര്യമാണ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത്. വഹാബികൾ തൗഹീദിനെ തലയെണ്ണി നോക്കി തീരുമാനിച്ചത്. ഇൻഷാ അല്ലാഹ് നമുക്ക് സക്കരിയ സ്വലാഹിയെ കേൾക്കാം. 30-ലധികം വർഷം വഹാബി വേദികളിൽ സ്ഥിര സാന്നിധ്യമായ വലിയ പ്രഭാഷകനായിരുന്നു, മുജാഹിദ് പണ്ഡിതൻ എന്ന് അവർ അവകാശപ്പെട്ടിരുന്ന ആളായിരുന്നു സക്കരിയ സ്വലാഹി. അദ്ദേഹം ഇവരുടെ തൗഹീദിലെ ആഭ്യന്തര കലഹങ്ങളുടെ അവസ്ഥകളെ വിശദീകരിക്കുന്നുണ്ട്. നമുക്കൊന്ന് കേൾക്കാം. സംഘടനയിൽ അയാൾ ചില കുതന്ത്രം ജനങ്ങളോട് പറയാണ്. ഇത് ജനങ്ങളുടെ സംഘടനയാണ്, ഈ സംഘടനയുടെ ശക്തി ഇവിടുത്തെ ജനങ്ങളാണ്. ഒരു മുജാഹിദ് പള്ളിയിൽ 500 ആൾ ജുമാക്ക് വരുന്നുണ്ടെങ്കിൽ മെമ്പർഷിപ്പ് ഉള്ള ചിലപ്പോൾ 50 ആളെ ഉണ്ടാവുള്ളൂ. ബാക്കി 450 ആളാണ് ഈ പ്രസ്ഥാനത്തിന്റെ ശക്തി. അത് നിങ്ങൾ മനസ്സിലാക്കണം. ആ ജനങ്ങളോട് ഞങ്ങൾ ഇത് തുറന്നു പറയാൻ വിചാരിക്കുകയാണ്. അത് പറയാതിരുന്ന ഞങ്ങൾ കുറ്റക്കാരല്ലേ? ഇയാൾ ചെയ്തതാ. മുജാഹിദ് നേതാക്കൾ ചെയ്ത ചില കാര്യങ്ങൾ, ചില കുതന്ത്രങ്ങളെ ജനങ്ങളുടെ മുമ്പിൽ ഞങ്ങൾ തുറന്നു പറയും, ഇല്ലെങ്കിൽ ഞങ്ങൾ അതിന്റെ പേരിൽ കുറ്റക്കാരാകും എന്ന് സക്കരിയ മൗലവി പറയാണ്. എന്താ കാരണം? ഇവര് ശിർക്ക് തൗഹീദ് വിശദീകരിച്ച് ഇവർ നടത്തിയ ചില കുതന്ത്രങ്ങൾ ഇവരുടെ സംഘടനാ താല്പര്യങ്ങൾക്ക് വേണ്ടി പരിശുദ്ധമായ ദീനിന്റെ അടിത്തറയായ തൗഹീദിനെ ഇവർ വക്രീകരിക്കുന്നത് നമ്മൾ കാണുക. ഇത് പരസ്യമായിട്ട് അവരാണ് പറയുന്നത്. നമ്മൾ ആരെങ്കിലും പറഞ്ഞാൽ അത് കേവലം ആരോപണമാണ് എന്ന് തെറ്റിദ്ധരിക്കാം. ഇത് പറയുന്നതോ അവരുടെ കൂടെ കിടന്ന രാപ്പനി അറിയുന്ന, ഒരേ വേദിയിൽ പ്രസംഗിക്കുകയും ഒരേ കാറിൽ സഞ്ചരിക്കുകയും ഒരേ സംഘടനയിൽ പ്രവർത്തിക്കുകയും ചെയ്തിരുന്ന ആളുകൾ പരസ്പരം പറയുകയാണ് ഞങ്ങളെ ഉള്ളിൽ തൗഹീദിന് വേണ്ടി നടത്തിയ തിരിമറികൾ. പറയട്ടെ, ഇയാൾ ചെയ്തത്. എന്നിട്ട് ഭൂരിപക്ഷം ഉണ്ടാക്കിയത് എങ്ങനെയാണ്? ദൗറ മുനീർ മദനി വിളിച്ചു, സക്കരിയ സ്വലാഹി യാ ഇബാദല്ലാഹ് അഈനൂനി ഒരു ചർച്ച ഉണ്ട്. ഇനി എന്താ പോയി ചർച്ചയെന്ന്? അല്ല, നിങ്ങൾ വരണം, നിങ്ങൾ വിശ്വാസം. ഞാൻ എന്തിനാ? ഏതാ ചർച്ച? യാ ഇബാദല്ലാഹി അഈനൂനി. മഹാനായ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു ഹദീസ്, നിങ്ങൾ ഒരു വിജന പ്രദേശത്ത് എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് വഴി തെറ്റുകയോ മറ്റെന്തെങ്കിലും പ്രയാസം സംഭവിക്കുകയോ ചെയ്താൽ യാ ഇബാദല്ലാഹി അഈനൂനി, അള്ളാഹുവിന്റെ അടിമകളെ നിങ്ങൾ ഞങ്ങളെ സഹായിക്കൂ എന്ന് പറയണം എന്ന് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസ്. ഇവര് വട്ടം കൂടിയിരുന്നുണ്ടാക്കിയ തൗഹീദിന് വിരുദ്ധമാണത്. കാരണം എന്താ? ഇവരുടെ തൗഹീദ് ഇവരുണ്ടാക്കിയതാണല്ലോ. കാര്യകാരണ ബന്ധങ്ങൾക്കപ്പുറം അദൃശ്യമായ മാർഗത്തിലുള്ള സഹായതേട്ടമൊക്കെ ശിർക്കാണെന്നാണല്ലോ വാദം. അങ്ങനെ നോക്കുമ്പോൾ യാ ഇബാദല്ലാഹി അഈനൂനി, അള്ളാഹുവിന്റെ അടിമകളെ സഹായിക്കണേ എന്ന് വിജനപ്രദേശത്താണ് വിളിക്കുന്നത്. അവിടെ കണ്ണുകൊണ്ട് കാണുന്ന ഒരാളും അവിടെ സഹായിക്കല്ല. അപ്പൊ കാണാത്ത ഒരു ശക്തിയെയാണ് വിളിക്കുന്നത്. ഇത് വിളിക്കാൻ പറഞ്ഞതോ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ഹദീസിനെ മുൻനിർത്തിയിട്ട് ബഹുമാന്യനായ അബ്ദുൽ ഹമീദ് ഫൈളി അമ്പലക്കടവിന്റെ ചോദ്യം, ആ ചോദ്യം മുജാഹിദ് വിഭാഗത്തിന്റെ മർമ്മത്തിൽ തറച്ചു. അപ്പോൾ അവരതിന് മറുപടി പറയാൻ വല്ലാതെ പ്രയാസപ്പെട്ടു. അങ്ങനെയാണ് 2007 അൽ ഇസ്ലാഹ് മാസികയിൽ ഇവരുടെ പ്രമുഖ നേതാവായിരുന്ന ജബ്ബാർ മൗലവി മറുപടി എഴുതിയത്. അത് പിടിച്ചതിനും വലുതാണ് മാളത്തിൽ എന്ന് പറഞ്ഞതുപോലെ മറുപടി അതിനേക്കാൾ കുടുങ്ങി. ആ മറുപടിയിലാണ് ഈ വിഷയങ്ങളൊക്കെ പൊട്ടിപ്പുറപ്പെടുന്നതും മുജാഹിദ് വിഭാഗം പരസ്പരം ചിന്നിച്ചിതറി തൗഹീദ് വിശദീകരിക്കാൻ കഴിയാതെ പ്രയാസപ്പെടുന്നത്. സംഘടനാപരമായ അഭിപ്രായ വ്യത്യാസത്തെക്കുറിച്ചല്ല, ഇസ്ലാമിന്റെ അടിത്തറയായ 1,24,000 വരുന്ന നബിമാര് പഠിപ്പിച്ച അള്ളാഹുവിന്റെ പരിശുദ്ധമായ തൗഹീദ്, അതിനാണ് പ്രശ്നം വരുന്നത്. ഇവരെ ഭാഷയിൽ അങ്ങനെ പറഞ്ഞ ശിർക്കാണെന്നാണ്.
അത് വലിയ ചർച്ചയാവുകയും അതിന്റെ പേരിൽ സംഘടനയിൽ നിന്ന് ഒരു വിഭാഗം ആളുകളെ മാറ്റി നിർത്തുകയും ഒക്കെ ചെയ്യുകയാണ്. ഇൻഷാ അല്ലാഹ് ഇവർ പറയുന്നതിനനുസരിച്ച് നമുക്ക് ബാക്കി ഒന്നുകൂടി വിശദീകരിക്കാം. ജബ്ബാറുലിനെ വിളിച്ചതാണ്. കാരണം നമ്മക്ക് എന്തിനാ ചർച്ച? കള്ളപ്രചരണം നടത്തി, ശിർക്കാരോപണം നടത്തി, അധികാരം പിടിച്ചിട്ട് പിന്നെ ചർച്ച. ഞാൻ വരൂലായിരുന്നു. സക്കരിയ സ്വലാഹിനൊക്കെ യാ ഇബാദല്ലാഹി അഈനൂനി എന്ന ഹദീസിന് അനുകൂലമായി പ്രസംഗിച്ചതിന്റെ പേരിൽ, അഥവാ അങ്ങനെ വിളിച്ചാൽ ശിർക്കല്ല എന്ന് പറഞ്ഞതിന്റെ പേരിൽ സക്കരിയ സ്വലാഹിനൊക്കെ പുറത്താക്കിയിരിക്കണ്. അതാണ് മൂപ്പര ദേഷ്യം പറയുന്നത്. ഇനി എന്തിനാ ചർച്ച? കാരണം നമ്മളൊക്കെ ശിർക്ക് ആരോപിച്ച് കള്ളപ്രചരണം നടത്തിയിട്ട് സംഘടനയുടെ നേതൃത്വം പിടിച്ചടക്കാൻ വേണ്ടിയിട്ട് പുറത്താക്കി കഴിഞ്ഞതിന് ശേഷമാണ് യാ ഇബാദല്ലാഹി അഈനൂനി എന്നുള്ള ഹദീസിൽ ശിർക്കുണ്ടോ എന്ന് ചർച്ച ചെയ്യണത്. നഊദു ബില്ലാ. അള്ളാഹുവിന്റെ പരിശുദ്ധ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വാക്കിനെ ശിർക്കാരോപിക്കുക എന്ന് പറഞ്ഞാൽ എത്ര ഗുരുതരമാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ. ഇനി അതിനേക്കാൾ രസകരമായ കാര്യം എന്താണ്? ഈ പരിശുദ്ധമായ ഈ ഹദീസ് ബഹുമാനപ്പെട്ട ഇമാം തൊബറാനി റളിയല്ലാഹു അൻഹു, ഇമാം നവവി റളിയല്ലാഹു അൻഹു, നവവി ഇമാമിന്റെ മശായിഖന്മാർ, ഉസ്താദുമാർ, മഹാനായ ഇമാം അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു ഹദീസിന്റെ ജർഹ് തഅദീലുകളെ തിരിച്ചറിയുന്ന, അതിനെക്കുറിച്ച് കൃത്യമായിട്ട് ഉമ്മത്തിനെ പഠിപ്പിച്ചു കൊടുത്ത, ഇമാമുസ്സുന്ന എന്ന അപരനാമത്തിൽ അറിയപ്പെട്ട ലക്ഷക്കണക്കിന് ഹദീസുകൾ മനഃപ്പാടമുള്ള ലോക പണ്ഡിതനായ ഇമാം അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു അടക്കമുള്ള മഹാരഥന്മാർ ഇതനുസരിച്ച് അമലി ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? ഇവരുടെ ഭാഷയിൽ, മുജാഹിദുകളുടെ ഭാഷയിൽ അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു ഇസ്ലാമിൽ നിന്ന് പുറത്താണ്, തൊബറാനി ഇമാം ഇസ്ലാമിൽ നിന്ന് പുറത്താണ്, നവവി ഇമാം ഇസ്ലാം എന്ന് പുറത്താണ്, നവവി ഇമാമിന്റെ ഉസ്താദുമാർ ഇമാം ഇസ്ലാം എന്ന് പുറത്താണ്. ഈ ഹദീസ് സ്വഹീഹാണ്, ഈ ഹദീസ് ഹസനാണ് എന്ന് പറഞ്ഞ നിരവധി, സ്വീകാര്യയോഗ്യമാണെന്ന് പറഞ്ഞ നിരവധി ഇമാമുമാരുണ്ട്. അപ്പൊ അവരൊക്കെ എന്താ ചെയ്യാ? ഇവരിപ്പോ ചെയ്ത പണി എന്താ അറിയോ? ഇവർ വട്ടം കൂടി ഇരുന്നുണ്ടാക്കിയ വ്യാജ തൗഹീദിന് വിരുദ്ധമായ ഹദീസ് വന്നപ്പോൾ, അങ്ങനെ ഒരു ഹദീസ് ഉണ്ടെങ്കിൽ നമ്മൾ തീരുമാനിച്ചത് ശരിയല്ലല്ലോ എന്നതല്ലേ അതിലെ ന്യായം. പക്ഷെ ചെയ്യണതോ ചെരുപ്പിനനുസരിച്ച് കാല് മുറിക്കുകയാണ്. അങ്ങനെ ഒരു ഹദീസ് ഉണ്ടോ? അങ്ങനെ എനിക്ക് ആ ഹദീസ് ലൈഫാക്കണം, അങ്ങനെ എനിക്ക് ആ ഹദീസ് അങ്ങോട്ട് ഒഴിവാക്കി കളയണം. ഇതാണ് ചിന്ത, ഇതാണ് ഇവരെ തൗഹീദ്. സക്കരിയ സ്വലാഹി പറയട്ടെ. ഞാൻ പോയില്ല. അബൂബക്കർ സലീമിനെ വിളിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞങ്ങൾ വരുന്നില്ല എന്ന് പറഞ്ഞു. എന്നിട്ട് ഇയാൾ എന്ത് ചെയ്തു? ഇയാൾ കുറച്ച് സക്കരിയ സ്വലാഹിനെ പുറത്താക്കിയതിനു ശേഷം ചർച്ചക്ക് വിളിച്ചപ്പോ മൂപ്പർ എന്തായില്ല, ഇന്നെ കൊണ്ടാവൂല, പുറത്താക്കിയതിനു ശേഷമാണ് ചർച്ച ചെയ്യണത് എന്ന് പറഞ്ഞിട്ട് മൂപ്പര് ദേഷ്യം പിടിച്ചിട്ട് മൂപ്പർ എന്തായില്ല, പോയില്ല. ഇനി അവിടെ നടന്ന സംഭവം എന്താണ്? അതാണ് അതിനേക്കാൾ രസകരം. ശിർക്കാണോ ഹദീസ് ദഈഫാണോ സ്വീകാര്യാണോ എന്നൊക്കെ ചർച്ച ചെയ്യണ വലിയ ഇൽമിയായ ചർച്ചയാണ്. ഇൽമിയായ ചർച്ച എന്ന് പറയുമ്പോൾ അതിൻ്റെതായ ഒരു ഗഹനത, അതിൻ്റെതായ ഒരു നിലവാരം ഉണ്ടാവണല്ലോ. ഈ ചർച്ചയുടെ രസം കേട്ടോളി. മുജാഹിദ് തൗഹീദ് തീരുമാനിക്കണത് എങ്ങനെ? നമ്മളും കുറെ കാലം ഇങ്ങനെ ആലോചിക്കണ്. കാരണം ഇത്രക്ക് സഫാഹത്ത് ഒരാൾക്ക് ചർച്ച ചെയ്ത് തീരുമാനിക്കാൻ പറ്റുമെന്ന് ഇങ്ങനെ ആലോചിച്ചിരുന്നു. അപ്പോഴല്ലേ ചർച്ചന്റെ ഉള്ളുകളിയാണ് പുറത്തു വരുന്നത്. ഇനി കണ്ടോക്കി. ഞങ്ങൾ വരുന്നില്ല എന്ന് പറഞ്ഞു. എന്നിട്ട് ഇയാൾ എന്ത് ചെയ്തു? ഇയാൾ കുറച്ച് ആളുകൾ വിളിച്ചു. എന്നിട്ട് ഒന്നാമത്തെ ചർച്ച കഴിഞ്ഞു. ഒന്നാമത്തെ ചർച്ചയിൽ അത് ശിർക്കാണെന്ന് പറയാൻ കുറച്ച് ആളുകളും, ശിർക്കാണെന്ന് പറയാൻ പറ്റൂല എന്ന് ഒരാൾ. അപ്പോൾ അയാൾ അവസാനം കഴിച്ചു, ശിർക്കാന്ന് പറഞ്ഞാൽ ആർക്കെ 1, 2, 3 എണ്ണി. അപ്പോൾ ശിർക്കാന്ന് പറഞ്ഞാലാണ് അധികം. ഇങ്ങനെ ഭൂരിപക്ഷം തീരുമാനിക്കുക. അടുത്ത ചർച്ച കേട്ടിട്ട് നോക്കൂ ശിർക്കാണ് നോക്കാൻ വേണ്ടിയിട്ട് ഈ ഹദീസിനെ കുറിച്ച് ശിർക്ക് എന്ന് പറയാൻ പറ്റൂലേ? ചർച്ച എങ്ങനെ ചർച്ച ചെയ്യേണ്ടത്? എങ്ങനെയാണ് ചർച്ച ചെയ്യേണ്ടത്? മഹാന്മാരായ ഇമാമുമാർ എങ്ങനെ ഈ ഹദീസിനെ കൈകാര്യം ചെയ്തു? ഈ ഹദീസിന്റെ സിഹത്തിനെ കുറിച്ച് ചർച്ച ചെയ്യണം. ഈ ഹദീസിനെ കുറിച്ച് ഇമാമുമാർ ഇതൊക്കെയാണല്ലോ ഒരു ഇൽമിയായ വൈജ്ഞാനികമായ ചർച്ചയിൽ ഉണ്ടാവേണ്ടത്. അതൊന്നുമല്ല നടത്തുന്നത്. പിന്നെ ശിർക്കാണെന്ന അഭിപ്രായമുള്ളവരൊക്കെ കൈവെക്കുക. 1, 2, 3, 4, 5. ശിർക്കല്ല എന്ന അഭിപ്രായമുള്ളവർ കൈവെക്കുക. ഭൂരിപക്ഷം നോക്കുക ശിർക്കാണോ അല്ലേ എന്ന് നോക്കാൻ വേണ്ടിയിട്ട്. നഊദു ബില്ലാഹി. എത്ര തവണ നമ്മൾ അള്ളാഹുവിനോട് കാവലിനെ ചോദിക്കണം ഇവരുടെ ഈ വ്യാജ തൗഹീദിനെ കുറിച്ച്. അള്ളാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസിനെയാണ് ഈ രൂപത്തിൽ ഇവർ തള്ളിക്കളയുന്നത്. ബാക്കി സക്കരിയ സ്വലാഹി തന്നെ ഒക്കെ പറയട്ടെ. അടുത്ത ചർച്ച കേട്ടിട്ട് നമ്മളെ ചില ആളുകളൊക്കെ പോയി. നമ്മളെ ഉമർ മൗലവിന്റെ മകൻ മുബാറക്ക് പോയി. റഊഫ് നദ്വി ജാമിയിൽ അധ്യാപകനായിരുന്ന അദ്ദേഹം പോയി. പക്ഷേ കയറ്റിയിരുത്തിയില്ല. തലേന്ന് റൌഫ് മദനി വിളിച്ചു, സാർ ഇങ്ങനെ ചർച്ച നടക്കണ്ടല്ലോ ദൗറ, നമുക്കൊക്കെ പങ്കെടുക്കാൻ ആഗ്രഹം ഉണ്ടായിരുന്നു. അവിടെ ദൗറയും ചർച്ചയൊന്നുമില്ലല്ലോ, അവിടെ റിപ്പോർട്ട് സ്വീകരിക്കൽ മാത്രമേ ഉള്ളൂ. ആരാ പറയുന്നത്? പരലോകം പ്രസംഗിക്കുന്ന എം മദനി. റിപ്പോർട്ട് സ്വീകരിക്കലുള്ളൂ.
റിപ്പോർട്ട് സ്വീകരിക്കലെന്നല്ല, കഴിഞ്ഞ ചർച്ചയിൽ ഉണ്ടായ കാര്യങ്ങൾ ക്രോഡീകരിച്ച് പ്രബന്ധമാക്കിയിട്ട് അനീഫ് കായക്കൊടിയും ഫൈസൽ മുസ്യാരും എഴുതി കൊണ്ടുവരണം, എന്നിട്ട് അതിനെപ്പറ്റി വീണ്ടും ചർച്ച വെക്കണം. അതാണ്. പക്ഷെ അത് പറയുന്നില്ല, അവിടെ റിപ്പോർട്ട് സ്വീകരിക്കലുള്ളൂ. എന്നാലും ഞാൻ ഇത് വന്നിട്ടൊരു കാര്യമല്ല, ഭൂരിപക്ഷം കൂട്ടണുണ്ടപ്പോ സക്കരിയ മൗലവി എന്ത് തീരുമാനിച്ചു? അങ്ങനത്തെ ഒരു ചർച്ചക്ക് ഞങ്ങളില്ലാന്ന് സക്കരിയ മൗലവിക്ക് അനുകൂലമായി നിൽക്കുന്ന ഒരു ടീം തീരുമാനിച്ചു. അങ്ങനെയാണ് തീരുമാനിക്കേണ്ടത്. അപ്പൊ സക്കരിയ മൗലവി ഇപ്പുറത്ത് അങ്ങനെയാണെങ്കിൽ നമുക്കും ഭൂരിപക്ഷം കൂട്ടണമല്ലോ എന്ന് പറഞ്ഞിട്ട് കുറച്ച് ആൾക്കാരെ പറഞ്ഞയച്ചു. അവരെന്ത് ചെയ്തു? വളരെ നൈസായിട്ട് അവിടുന്ന് പുറത്താക്കി. ഭൂരിപക്ഷം കൂട്ടാൻ വേണ്ടിയിട്ട് ഒരു ടീം പോയി. അപ്പൊ ഇവിടെ ചർച്ചയൊന്നുമില്ല, അല്ലെങ്കിൽ ഇവിടെ അങ്ങനത്തെ ഭൂരിപക്ഷം നോക്കുന്ന പരിപാടിയൊന്നുമില്ല എന്ന് പിന്നെ ഔദ്യോഗിക മുജാഹിദ് കളവ് പറഞ്ഞു. കാരണം എന്താ? ഇവര് കുറച്ച് ആൾക്കാരെ പറഞ്ഞയച്ചാല് ശിർക്കും തൗഹീദും തീരുമാനിക്കുന്ന ഭൂരിപക്ഷത്തിൽ മാറ്റം വരും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസിനെ നിഷ്കരുണം തള്ളാൻ വേണ്ടിയിട്ട് ഇവർ നടത്തുന്ന ഈ നാടക ചർച്ചയിൽ ഭൂരിപക്ഷപ്പുറത്തേക്ക് കൂടും. അപ്പൊ ഒരു ഉദ്ദേശിച്ച ശിർക്കിന്റെ പരിപാടി നടക്കൂല. അപ്പൊ എന്താ ഈ പോയപ്പോ എന്ത് ചെയ്തു? സക്കരിയ മൗലവിന്റെ ടീം, അല്ലെങ്കിൽ സക്കരിയ മൗലവിനെ അംഗീകരിക്കുന്ന ഔദ്യോഗിക പക്ഷത്തിന് വിരുദ്ധമായ ഒരു ടീം ഈ ചർച്ചക്ക് പോയി. നിങ്ങൾ വിളിക്കണില്ലെങ്കിൽ ഞങ്ങൾ ചർച്ചക്ക് വരും, കാരണം ഭൂരിപക്ഷം ഞങ്ങൾക്കും വേണം. പോയപ്പോ എന്തുണ്ടായി? എന്നാലും ഞാൻ ഇത് വന്നിട്ടൊരു കാര്യമല്ല, ഒരു ഫലം ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞു. എന്നാലും മൂപ്പര് ഞാൻ വന്നു നോക്കട്ടെ എന്തായാലും നമ്മൾ റൌഫ് പോയി. അങ്ങനെ കയറി കുത്തിന് സലാം പറഞ്ഞ് കുറച്ച് കഴിഞ്ഞിട്ട് അബ്ദുറഹ്മാൻ സൽവി അപ്പുറത്തേക്ക് എമ്മദിനെ കൊണ്ടുപോയി ഒരു കുസു. അത് കഴിഞ്ഞ് വന്നിട്ട് ഇവിടെ പറയുക കത്ത് കിട്ടാത്തോലുള്ള എന്തൊക്കെയാ ചോദിച്ച് അവൻ റൌഫ്മാനോട് പോണം പെടുന്നു. ഇത് പ്രത്യേകം ക്ഷണിക്കപ്പെട്ടവർക്കുള്ളതാണ്. ഉമർ മൗലവിയുടെ മകൻ മുബാറക്ക്, റഊഫ് നദ്വി, ഷുറൈഹ്, വേങ്ങരയിലെ ഷുറൈഹ് സലഫി, പല മൂന്നാളി ഇറക്കി വിട്ടു. ഇതെന്താ നോക്കണം, എത്ര ഗൗരവമാണ് കാര്യങ്ങൾ. അള്ളാഹുവിന്റെ പരിശുദ്ധമായ തൗഹീദിനെ തീരുമാനിക്കാൻ വേണ്ടി ഇവരെന്ത് ചെയ്തു? മുബാറക്ക്, റഊഫ് മദനി, ഷുറൈഹ് എന്ന് പറയുന്ന സ്വലാഹി എന്തോ പേരുള്ള അദ്ദേഹം, ഇവരൊക്കെ പാടെ ഭൂരിപക്ഷം കൂട്ടാൻ പോയി. അപ്പോഴല്ലേ അബ്ദുറഹ്മാൻ സലഫി ഏതോ മദനിനെ വിളിച്ചിട്ടൊരു കുസു എന്താണ്, കത്തില്ലാതൊരു ടീം വന്നിക്കണ്, ഓലവിടെ ഇരുന്നാല് ഭൂരിപക്ഷം ചിലപ്പോൾ മറിയാൻ സാധ്യത ഉണ്ട്. അപ്പൊ ഷിർക്ക് തൗഹീദും തൗഹീദ് ഷിർക്കൊക്കെ ആയിട്ട് മാറാൻ സാധ്യത ഉണ്ട്. ഇൽമിയായ ചർച്ചന്റെ കോലാണത്. അപ്പൊ എന്ത് ചെയ്തു? കത്ത് കിട്ടാത്ത വന്ന ആളുകളൊക്കെ ഔട്ട് പുറത്തു പോകണം. കത്ത് കിട്ടിയിട്ട് ക്ഷണിക്കപ്പെട്ടു വന്ന ആൾക്കാർ മാത്രം അവിടെ മതി. എന്തിനാ ക്ഷണിക്കപ്പെട്ടുകണത്? ഭൂരിപക്ഷം കൂട്ടാൻ. എന്തിനാ ഭൂരിപക്ഷം കൂട്ടുന്നത്? യാ ഇബാദല്ലാഹി അഈനൂനി എന്ന അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസ് ശിർക്കാണോ തൗഹീദാണോ എന്ന് തീരുമാനിക്കാൻ ഭൂരിപക്ഷം നോക്കിയിട്ട് തീരുമാനിക്കുക. നഊദു ബില്ലാഹ്. ബാക്കി ഇറക്കി വിട്ടു. ഇതെന്താ ഇയാളെ വീട്ടിലെ കല്യാണ? ജമിയത്തുൽ ഉലമയിലെ ഇൽമിയായ ചർച്ചല്ലേ? എപ്പോഴും യോഗം കൂടുമ്പോ എമ്മദനി പറയും നിങ്ങൾ ആരും വരൂല ദൗറക്ക്, നമ്മൾ ദൗറാന്ന്. ഇതെന്താ ഇയാളെ വീട്ടിലെ കല്യാണാണോ? നമ്മളുത്തരിയും കാലം തന്നെയല്ലേ ചോദിച്ചു, നിങ്ങളെ തറവാട്ട് പരിപാടിയാണോ ഇത്? നിങ്ങൾ കുറച്ച് ആൾക്കാർ കൂടിയിട്ട് തൗഹീദും ശിർക്കും തീരുമാനിക്കുക, പ്രമാണം പറയണം. ഇമാമുമാരെ മുൻനിർത്തിയിട്ട് വിശുദ്ധ ഖുർആനും ഹദീസും അടക്കം ഇസ്ലാമിന്റെ പ്രമാണങ്ങളെ ഉദ്ധരിച്ചുകൊണ്ട് പറയണം. ഇപ്പതാ നമുക്ക് മറുപടിയായിട്ട് വിസ്ഡം വിഭാഗം വന്നിട്ട് ആകെ കുടുങ്ങിക്കണ്. ഒരൊറ്റ ഇമാമിന്റെ പേര് അവർക്ക് പറയാൻ പറ്റിയിട്ടില്ല. റാസി ഇമാമിന്റെ ഇബാറത്ത് വായിച്ചു, നവവി ഇമാമിന്റെ ഇബാറത്ത് വായിച്ചു, ഇബ്നു കസീർ വായിച്ചു. അതിലൊന്നും മുജാഹിദ് പ്രസ്ഥാനം ഈ 100 കൊല്ലം ഇവിടെ പഠിപ്പിച്ച തൗഹീദിന്റെ മാനദണ്ഡം പറയാൻ ഒരു അരവരി കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ല. ഇതിങ്ങനെ കടന്നിട്ട് അയാൾ ഇങ്ങനെ വിരകി നമുക്ക് തന്നെ അയാളെ കണ്ടിട്ട് പാവം തോന്നുക. പക്ഷെ നമ്മളെ വ്യക്തിപരമായ എന്തെങ്കിലും വിഷയമാണെങ്കിൽ നിങ്ങളെ അവസ്ഥ കണ്ടിട്ട് കാരസലായിനോടും മാലിക് സലഫിനോടൊക്കെ നമ്മൾ എന്ത് ചെയ്തായിരുന്നു? നിങ്ങൾ തൽക്കാലം ഞാൻ ക്ഷമിച്ചെന്നിരുന്നു പറഞ്ഞിരുന്നു. പക്ഷെ ഇത് നമ്മളെ വ്യക്തിപരമായ വിഷയമല്ലല്ലോ, അള്ളാഹുവിന്റെ പരിശുദ്ധ ദീനല്ലേ. അതുകൊണ്ട് നോ കോംപ്രമൈസ്. ബാക്കി പറയട്ടെ. പറഞ്ഞിട്ട് ടീ വാങ്ങി കൊടുക്കും, ഭക്ഷണം ഒക്കെ നിങ്ങളൊന്ന് വരണ്ടേ, മാസം ദൗറുണ്ട്, നിങ്ങളൊന്ന് വന്നു നോക്കൂല, തിരിഞ്ഞു നോക്കൂല. പോയി നോക്കുമ്പോൾ എന്താ? ഇത് സ്പെഷ്യൽ ക്ഷണിക്കപ്പെട്ടവർക്കാണ്. അതെന്തിനാ? ഭൂരിപക്ഷം ഉണ്ടാകാൻ. ശിർക്കാൻ ആരൊക്കെ പറഞ്ഞു? 1, 2, 3, 8 ആള് ശിർക്ക്, 2 ആള് ശിർക്കല്ല. അപ്പൊ പോയി ഇങ്ങനെ കൃത്രിമ ഭൂരിപക്ഷം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ദൗറ എന്ന് പറഞ്ഞ കോഴ്സ് നടത്താൻ. നോക്കൂ നിങ്ങൾ, ശിർക്ക് തൗഹീദ് തീരുമാനിച്ചത് 8-2. 8 ആള് ഈ ഭാഗത്ത്. അത് യാ ഇബാദല്ലാഹി അഈനൂനി എന്ന് പറഞ്ഞ ഹദീസ് ശിർക്കാണ്, അങ്ങനെ വിളിക്കാൻ പറ്റൂല എന്ന് 8 ആള്. 2 ആളെ പുറത്ത് കിട്ടിയുള്ളൂ. അതെങ്ങനെ കിട്ടിയത്? ബാക്കിയുള്ള പുറത്താക്കി. ഈ 8 ഭൂരിപക്ഷം കിട്ടിയത് എങ്ങനെയാണ്? അത് ഇവര് നേരത്തെ ഗൂഢാലോചന നടത്തിയിട്ട് ക്ഷണിച്ചു കൊണ്ടുവന്ന ആൾക്കാര്. അള്ളാഹുവിന്റെ പരിശുദ്ധ ദീനിനെ കൊണ്ട് ഇവർ കളിക്കുന്ന കളി
ഇത് തിരിച്ചറിയാതെ വളരെ സാധുക്കളായ ഒരുപാട് ആൾക്കാർ ഒരു പറഞ്ഞിടത്തും കുറച്ചൊക്കെ അല്ലേ, ഒരു പറഞ്ഞതും കുറച്ചൊക്കെ ശരിയല്ലേ എന്ന് തെറ്റിദ്ധരിക്കുന്ന ആൾക്കാരുണ്ടാവും. ഇതിനകത്ത് ഇവരിത് തീരുമാനിക്കുന്നതിന്റെ നഗ്ന ചിത്രം പറഞ്ഞതാരാ? നമ്മൾ ആരെങ്കിലും ആരോപിക്കുകയാണോ? അല്ല, ഇവരുടെ മുജാഹിദീങ്ങൾ തന്നെയാണ്, മുജാഹിദ് നേതാക്കൾ തന്നെയാണ് ഈ പറയുന്നത്. ബാക്കി സംഘടിപ്പിക്കുന്ന ചർച്ചയ്ക്ക് പറയുന്ന പേരാത് കണ്ടോ. അപ്പൊ സുഹൃത്തുക്കളെ, സംഘടന ശിർക്കിലേക്ക് പോവുകയാണ്, ശിർക്കുള്ളവർ നേതൃത്വത്തിൽ വരാതെ നോക്കണം എന്ന് പറഞ്ഞ് കള്ളപ്രചരണം നടത്തി അധികാരം പിടിച്ചെടുത്ത ശേഷം എന്നിട്ട് എന്താണ് പിന്നെ ചർച്ച വെക്കുക? എപ്പോഴാ ചർച്ച? 2011 ലാസ്റ്റ്, 2007 എഴുതിയതാ അബ്ദുൽ ജബ്ബാർ മൗലവി. അബ്ദുൽ ജബ്ബാർ മൗലവി എഴുതിയിട്ട് ഇവരൊക്കെ ന്യായീകരിച്ച് നടന്നു 4 കൊല്ലം. 2007 ഏപ്രിൽ കഴിഞ്ഞിട്ട് 2008, 2009, 2010, 2011 4 കൊല്ലം കഴിഞ്ഞിട്ടാണ് പിന്നെ അത് ശിർക്കാന്ന് തീരുമാനിക്കുന്നത്. അപ്പൊ 4 കൊല്ലം മുജാഹിദീങ്ങൾക്ക് ആർക്കൊന്നും തിരിഞ്ഞില്ല ശിർക്ക്. നിങ്ങൾ മനസ്സിലാക്കണം. ഇതാണ് ഏറ്റവും രസകരം. 4 കൊല്ലം മുജാഹിദീങ്ങൾക്ക് തിരിഞ്ഞിട്ടില്ല ശിർക്കുള്ളത്. എന്താ പറയുന്നത്? ഹമീദ് ഫൈസി അമ്പലക്കടവിന്റെ ചോദ്യങ്ങൾക്ക് മറുപടിയായിട്ട് ജബ്ബാർ മൗലവി ഏപ്രിൽ മാസം അൽ ഇസ്ലാഹ് മാസികയിൽ 2007 എഴുതിയ മറുപടി, അതാണ് ഇവർക്കിടയിൽ കോളിളക്കം സൃഷ്ടിച്ചത്. ഇത് എഴുതിയിട്ട് 4 കൊല്ലം കഴിഞ്ഞിട്ടാണ് ഇത് ശിർക്കാണ് എന്ന് ഇവർ തീരുമാനിക്കുന്നത്. അതുവരെ അനസ് മൗലവിയൊക്കെ സക്കരിയ ഈ ജബ്ബാർ മൗലവിയെ ന്യായീകരിച്ചു പ്രസംഗിക്കായിരുന്നു. അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവ് അവരുടെ പ്രഭാഷണങ്ങളിൽ ചോദ്യം ചോദിച്ചതിനെതിരെ ശക്തമായിട്ട് അനസ് മൗലവി മറുപടി പറയുന്നുണ്ട്. എന്നിട്ടോ അവസാനം അനസ് മൗലവി കാക്കത്തൂബ, ഞങ്ങൾക്ക് അള്ളാഹുവേ നിന്നോട് ഞങ്ങൾ അതൂബ് ഇലല്ലാ തൗബ ചെയ്യുന്നുണ്ട്. എൻ്റെ ചാനലിൽ ഞാൻ ആ വീഡിയോ കുറച്ച് ദിവസങ്ങൾക്ക് 1 മാസം മുമ്പൊക്കെ ഞാനത് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് അത് കാണാം. 4 കൊല്ലം ഈ ഷിർക്കിനെ ന്യായീകരിച്ച് നടന്നു. ഇതെന്നെ സക്കരിയ മൗലവിയും ചോദിക്കണം, 4 കൊല്ലം ന്യായീകരിച്ച് നടന്നിട്ട് നിങ്ങൾക്ക് ഇത് തിരിഞ്ഞില്ലേ? ഇത് ഷിർക്കാണ് എന്ന് തിരിഞ്ഞില്ലേ? അപ്പൊ ഇതാണ് അവർക്കിടയിൽ നടക്കുന്ന തൗഹീദിന്റെ നാടകങ്ങൾ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, തെറ്റിദ്ധരിച്ചു പോയവർ, അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണങ്ങളെ കൊണ്ട് മുജാഹിദ് വിഭാഗത്തിൽ അകപ്പെട്ടു പോയ ആളുകൾ ഇത്തരം വിഷയങ്ങൾ ചിന്തിക്കുക. കാരണം ഇത് കേവലം ഭൗതികമായ വിഷയമല്ല, ഏതെങ്കിലും സംഘടനാപരമായ ഭിന്നാഭിപ്രായങ്ങളല്ല. ഈമാൻ നഷ്ടപ്പെടുത്തുന്ന, തൗഹീദ് നഷ്ടപ്പെടുത്തുന്ന അതിഗുരുതരമായ കാര്യമാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന യാഥാർത്ഥ്യത്തെ നമ്മൾ തിരിച്ചറിയണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.